എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് മണ്ടത്തരങ്ങളെ കുറിച്ചാണ്. ഈ ഒരു അഞ്ചാറ് മണ്ടത്തരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി ഇപ്പോൾ ഒരു ദിവസം കിട്ടുന്ന ബാറ്ററി ആണെങ്കിൽ ഒരു 1.5 ദിവസത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് ബെറ്റർ ആക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ എന്നും പറയാറുള്ള പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഇപ്പം വലിയ ഫോണാണ്, വലിയ ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. AMOLED ഡിസ്പ്ലേ ആണ്, ഭയങ്കര ഡിസ്പ്ലേകളൊക്കെയാണ്. അപ്പം ഈ ഡിസ്പ്ലേ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോകും. അതിനുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് നല്ല ഡിസ്പ്ലേ ആണ്, അതുപോലെ 4K വാൾപേപ്പറൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്ററി ബെറ്റർ ആക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഫോണിൽ തന്നെ പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നുമില്ല, നമ്മുടെ പിക്സൽ കുറയ്ക്കാനായിട്ടൊന്നും. അപ്പോൾ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ലിങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലെ പിക്സൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിക്സൽ കുറയ്ക്കുക വഴി കാണുമ്പോൾ കുറച്ച് വൃത്തികേടാവും, പക്ഷേ ആദ്യമായിട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നും, ചെറിയൊരു വൃത്തികേടൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ ബാറ്ററി ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അതായത് പെട്ടെന്ന് തീരുന്ന ബാറ്ററി പിന്നെ തീരാതെ വരും. അതുപോലെ തന്നെ നിങ്ങൾ വലിയ 4K വാൾപേപ്പർ തന്നെ ഉപയോഗിക്കുള്ളൂ നിങ്ങളുടെ ഫോണിൽ നിന്ന് പറയുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ പിക്സൽ കുറച്ച് നിങ്ങൾക്ക് ബാറ്ററി ബെറ്റർ ആക്കാൻ പറ്റില്ല, അത് വൃത്തികേടായതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ 4K വാൾപേപ്പറൊക്കെ യൂസ് ചെയ്യുമ്പം ബ്ലാക്ക് കളർ വാൾപേപ്പർ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബാറ്ററി കൂടുതലായിട്ട് കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ താഴത്തെ ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം പല വ്യത്യസ്തങ്ങളായ പാറ്റേൺ ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യം കാണുമ്പോൾ ചെറിയൊരു വൃത്തികേടായിട്ട് തോന്നും, എന്നിരുന്നാലും അത് നമുക്ക് ബാറ്ററി ബെറ്റർ ആക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും അറിയാവുന്നൊരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഫോണിലെ ആവശ്യമില്ലാത്ത ആനിമേഷൻ കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക എന്നാണ്. നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും നമുക്ക് ആനിമേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി നല്ല രീതിക്ക് ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അത് ചെയ്യാനായിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ പോവുക, അതുപോലെ തന്നെ എബൌട്ട് ഫോണിൽ പോവുക. നിങ്ങളുടെ ഫോണിൽ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒരു 7 പ്രാവശ്യം ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡെവലപ്പർ ഓപ്ഷൻ ഓണായി വരും. ഡെവലപ്പർ ഓപ്ഷൻ ഓണായി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് താഴേക്ക് വരുമ്പം ഒരു 3 ആനിമേഷൻ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ 3 ആനിമേഷൻ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി നല്ല രീതിക്ക് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, റീസെൻറ്റ് ആപ്സ് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ ബാറ്ററി തീർന്നു പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാട്ടോ. നമ്മൾ റീസെൻറ്റ് ആപ്സ് ക്ലോസ് ചെയ്തുകൊണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ ബാറ്ററി കുറഞ്ഞു പോയുള്ളൂ, പെട്ടെന്ന് കുറയുള്ളൂ. അത് നമ്മൾ ക്ലോസ് ചെയ്യാൻ കഷ്ടപ്പെടണം, അത് ഓപ്പൺ ചെയ്യാനായിട്ട് വീണ്ടും കഷ്ടപ്പെടണം. അപ്പോൾ നമ്മുടെ ബാറ്ററി കുറഞ്ഞു പോവുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അത് ചെയ്യരുത്, അത് മണ്ടത്തരമാണ്. റീസെൻറ്റ് ആപ്സ് നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് അവിടെ കിടന്നോട്ടെ. ഇന്ന് രാവിലെ യൂസ് ചെയ്തിട്ട് വൈകുന്നേരമാണ് പിന്നെ എടുക്കുന്നത്, ക്ലോസ് ചെയ്ത് കളയുക, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ വെക്കുക. അടുത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ താഴെ എൻ്റെ പേര് അർലിൻ വ്ളോഗർ ടെക് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ റെഡ് കളറിലാണ് സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വൈറ്റ് കളറായി പോകണം. അപ്പോൾ ബാറ്ററി കുറച്ച് കൂടുതൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ കൂടുമായിരിക്കും, അല്ലെങ്കിൽ ഷെയർ ചെയ്താൽ മതി, ഉറപ്പായിട്ടും കൂടും. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫോണിൽ പഴുതിൻ്റെ അർത്ഥമാണ് നമ്മുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കും. ഈ ലൊക്കേഷനിൽ ചാത്തം കൂടിയതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഓഫ് ചെയ്ത് വെച്ച സാധനം വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഓണാവും. എനിക്ക് പലപ്പോഴും തോന്നുന്നു ഈ ലൊക്കേഷനിൽ എന്തോ ചാത്തം കയറിയതാണ്. പക്ഷേ ചാത്തം കൂടിയൊന്നുമല്ല, ചാത്തം സേവയൊന്നുമല്ല. നമ്മൾ പല ആപ്ലിക്കേഷനും യൂസ് ചെയ്യുമ്പം അറിയാതെ തന്നെ ഈ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഓഫ് ചെയ്തിട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഓണായി വരും. അതായത് എക്സെൻഡറൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക, ആവശ്യമുള്ള സമയത്ത് ഓൺ ചെയ്യുക, പ്രോപ്പറായിട്ട് ആവശ്യം കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചാർജ് കുറച്ച് ബെറ്റർ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഓരോ പണ്ടാരൊക്കെ നടന്നിട്ട് ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ടാണ് പലരും ഇടുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ ഫോണിൽ എത്ര ബ്രൈറ്റ്നസ് കിട്ടുമ്പോഴാണ് ഓട്ടോമാറ്റിക് ഫോൺ പറയുന്നതൊക്കെ നല്ലത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ 20-30 ആ ഒരു പെർസെൻറ്റേജ് നമ്മുടെ കണ്ണിനും കംപ്ലൈൻറ്റ് വരില്ല, ബാറ്ററിയും കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബാറ്ററി ബെറ്റർ ആക്കണമെങ്കിൽ ഈ ബ്രൈറ്റ്നസ് ഒന്ന് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. നിങ്ങൾ ഓരോ ലൈക്ക് മേടിക്കുമ്പോഴാണ് നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നത്. അപ്പം ലൈക്ക് ബട്ടൺ താഴെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.